ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷിബ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതിനുശേഷം ക്രിപ്റ്റോ മാർക്കറ്റിലെ ചില കോയിൻസ് മാത്രമേ പറയുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഷിബയുടെ പ്രൈസ്, ഷിബ എന്ന് പറയുന്ന പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നൊരു പ്രോജക്റ്റാണ്. ഞാൻ ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞൊരു പ്രോജക്റ്റാണ്. ഏകദേശം USDT മാർക്കറ്റിൽ അവസാനത്തെ 4 ഡിജിറ്റ് മാത്രമാണ് പറയുന്നത്. 1000-ൽ നിന്ന് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 അതിന് താഴെ പലതവണ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഷിബയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 4533 വരെ പോയിട്ട് വീണ്ടും ഡൗണിൽ വന്നത് 1874. ഇപ്പോഴത്തെ ടോപ്പ് എന്ന് പറയുന്നത് 2800 പോയിട്ട് ഏകദേശം 2700 റേഞ്ചാണ് നിൽക്കുന്നത്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പമ്പ് വരികയാണെങ്കിൽ വീണ്ടും ഏകദേശം 4500 ബ്രേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, 1000 എന്ന് പറയുന്നത് എത്ര നാൾ നിന്നതാണ്. അതിനുശേഷം കണ്ടോ, ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം 4500 പോയി. അതുപോലെ പെട്ടെന്നൊരു പമ്പ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഷിബയുടെ പ്രൈസ് എന്ന് പറയുന്നത് പുതിയ ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസിന് മുമ്പ് ഷിബയുടെ ഒരു കാര്യം കൂടി പറയാം. ഷിബ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 1 CR ക്വാണ്ടിറ്റി ഷിബയെങ്കിലും ഹോൾഡ് ചെയ്യുക. ഓക്കെ, 1 CR ക്വാണ്ടിറ്റി ഷിബയെങ്കിലും ലോങ് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ ക്യാപിറ്റൽ മൈൻഡ് സെറ്റ് അനുസരിച്ച് മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ചിലർക്ക് ക്യാപിറ്റലിന് ആവശ്യമായിരിക്കും. കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്യരുത്, കുറച്ച് ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്താൽ മതി ഷിബ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് മാത്രം ക്രിപ്റ്റോയ്ക്കകത്ത് ചെയ്യുക. ചിലർക്ക് ക്യാപിറ്റലായിരിക്കും പ്രശ്നം, ചിലരുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റലേ കാണും. ഓക്കെ, നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണോ, മൈൻഡ് സെറ്റ് എന്താണോ, അതനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി അടുത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ കമ്പയർ ചെയ്ത് നമ്മുടെ ഗോൾഡ് പ്രകാരമാണ് പറയുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴും ഹൈ ട്രെൻഡ് തന്നെയാണ്. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ന് ഓപ്പൺ ആകുന്നതായിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും പെട്ടെന്ന് ക്രാഷിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് പോയിന്റ് ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 61,000-60,000 USD റേഞ്ചിൽ നിന്നാണ് കുറച്ച് അപ്പ് എന്ന രീതിയിൽ 65,000 USD റേഞ്ച് നിൽക്കുന്നത്. ഇനി നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് വരുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസ് എല്ലാം പുതിയ ഹൈയിലോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കിനി XRP ഒക്കെ മിക്കവരും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗോൾഡ് വെർജ് ഏകദേശം താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാം. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് മാറ്റിക്ക് ഏകദേശം കണ്ടോ 0.60 പോയിട്ട് ഇപ്പോൾ 0.73 ആണ് നിൽക്കുന്നത്. ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. MXC ടോക്കൺ $6 പോയിട്ട് ഇപ്പോൾ $4.95 ആണ് നിൽക്കുന്നത്. ഈ MXC ടോക്കൻ്റെ ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ വീണ്ടും ഏകദേശം ഡൗണിലോട്ട് വരുന്നതായിരിക്കും. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ഏകദേശം പുതിയ ഹൈയിലോട്ട് നമ്മുടെ MXC ടോക്കൺ പോകുന്നതായിരിക്കും. ഏകദേശം $6 ബ്രേക്ക് ചെയ്ത് 4.95 നിന്നും ഏകദേശം പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. നമ്മുടെ സെൽ ടാർഗറ്റ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.80 ആണെങ്കിൽ നിങ്ങൾക്ക് $8 to $15 വരെ MXC ടോക്കൺ ലോങ് ടൈം വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന ആണെന്ന് മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് ഫയൽ ടോക്കൺ $4.87 അല്ലെങ്കിൽ 85 $5 ബൈ ചെയ്തിട്ടുള്ളവർ ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ഇനി അടുത്ത് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കണ്ടോ, ഏകദേശം 65,000 USD ആണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 40,000 USD എങ്ങാനും 50,000 USD ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ നമ്മുടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം വീണ്ടും 100-150% ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ പോകുന്ന ടൈം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് സെല്ലിലോട്ട് പോകാവുന്നതാണ്. സ്കാൽപ്പ് എന്ന രീതി മാത്രം ചെയ്താൽ മതി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 20,000 USD തൊട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്ന ടൈം പല ആൾട്ട് കോയിൻസ് നല്ല രീതിയിൽ ബൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പല പ്രോജക്റ്റ് നമുക്ക് 100% മുകളിൽ പ്രോഫിറ്റാണ്. ചില പ്രോജക്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. വെർജ് പോലുള്ള പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഷിബ ഇനു, ഇങ്ങനത്തെ കുറച്ച് പ്രോജക്റ്റ്, MXC ടോക്കൺ, അയോട്ട, ഇങ്ങനത്തെ നല്ല നല്ല പ്രോജക്റ്റ് ഏകദേശം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക. ഇനി സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വോളിയം ഉണ്ടാകുന്ന ടൈം മാത്രം സ്കാൽപ്പ് ചെയ്യുക. അത് ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും വോളിയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് പാടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആവുന്നതായിരിക്കും, നിങ്ങൾക്ക് ലോസിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വോളിയം നല്ല രീതിയിൽ ഉണ്ടാകുന്ന ടൈം മാത്രം സ്കാൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിബ
ഷിബയുടെ പ്രൈസ് നിങ്ങൾ ഇന്നലെ നോക്കുക, കണ്ടോ ഷിബയുടെ പ്രൈസ് ഏകദേശം 4 മണിക്കൂർ ടൈം ഫ്രെയിമിൽ നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാം. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ എല്ലാ ടൈം സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈം സ്കാൽപ്പ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റില്ല. നല്ല ഓളിയുള്ള ടൈം മാത്രം ചെയ്യുക, എങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. താല്പര്യമുള്ളവർ മാത്രം ലോങ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി പലരും കേട്ടൊരു ഡൗട്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് വീഴുമോ എന്ന്. ഗോൾഡിൻ്റെ പ്രൈസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്തോ ഞാൻ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പലതവണ വീഡിയോയും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1950 ആ ഒരു റേഞ്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1950 1980 USD റേഞ്ചൊക്കെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൊസിഷനിൽ മിക്ക രാജ്യങ്ങളും ഗോൾഡിൻ്റെ പ്രൈസിലോട്ട് വന്നിട്ട് എൻ്റർ ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. അവർ ഉറപ്പായിട്ടും അതുകൊണ്ട് പുതിയൊരു ഹൈയിലോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുക, ഏകദേശം ഫെബ്രുവരി തൊട്ട് ഏകദേശം കണ്ടോ ഏപ്രിലിനകം തന്നെ പെട്ടെന്ന് ഹൈയിലോട്ട് പോയിട്ടുണ്ട്. ഇനി നിങ്ങളിവിടെ സൂക്ഷിക്കേണ്ട എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ നിന്ന് പുതിയൊരു ഹൈയിലോട്ട് വേണമെങ്കിൽ വീണ്ടും പോകാം. പോയിട്ട് ഡൗൺ ആയാൽ മാത്രമേ അടുത്ത് പുതിയ ഹൈയിലോട്ട് പോകാൻ വേണ്ടി പറ്റിക്കുള്ളൂ. ഇപ്പോൾ 3000 USD ഗോൾഡ് പോകണമെങ്കിൽ ഏകദേശം ഇവിടെ നിന്ന് നല്ലൊരു കറക്ഷൻ വേണം. ഓക്കെ, ആ ഒരു കറക്ഷൻ എടുത്താൽ മാത്രമേ ഇനി അടുത്ത് ഗോൾഡിൻ്റെ പ്രൈസ്, അതുകൊണ്ട് അവർ മിക്കവാറും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഡൗൺ ആക്കിയതിന് ശേഷം വീണ്ടും ആ പ്രോഫിറ്റ് യൂസ് ചെയ്ത് ബൈ ചെയ്തിട്ടായിരിക്കും പുതിയൊരു ഹൈയിലോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 2600 700 പോയിട്ട് വീണ്ടും ഒരു ഡൗൺ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഒരാഴ്ച 2400 തന്നെ വേണമെങ്കിൽ ഒരു ഡൗൺ പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും ഒരു ഡൗൺ ഉണ്ടായിരിക്കും, അതൊരു നല്ല ഡൗൺ ആയിരിക്കും. ഓക്കെ, പെട്ടെന്നായിരിക്കും ആ ഡൗണിലോട്ട് വീഴുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി ഹൈ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇപ്പോൾ 2300 2400 റേഞ്ചാണ് നിൽക്കുന്നത്. 2600 വരെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ 2600 650 വരെ പോയിട്ട്, അല്ലെങ്കിൽ 2700 വരെ പോയിട്ട് ഒരു ഡൗൺ വന്നാൽ മാത്രമേ അടുത്ത് 3000 ഈസി ആയിട്ട് ടച്ച് ആവാൻ പറ്റുകയുള്ളൂ. അതാണ് ഏകദേശം ഒരു സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതനുസരിച്ചിട്ടായിരിക്കും പോകുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉറപ്പായിട്ടും പുതിയൊരു ഹൈയിലോട്ട് വീണ്ടും ടച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഗോൾഡിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 65,000 ആണ് ഏറ്റവും ടോപ്പായിട്ട് ഇവിടെ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏകദേശം 73,420. അത് ബ്രേക്ക് ചെയ്ത് പുതിയൊരു 80,000 USD വേണമെങ്കിൽ പോകാം. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈ ടച്ച് ആവുകയാണെങ്കിൽ.